നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മറുനാടൻ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഭരണമാറ്റം ഭയപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ ഫയൽ നശിപ്പിക്കാൻ തിരക്കിട്ട ശ്രമം നടത്തുന്നു എന്നതായിരുന്നു. അതിനുവേണ്ടി ചീഫ് സെക്രട്ടറി പ്രത്യേകം ഒരു ഉത്തരവിറക്കുന്നു. ഈ ഓഫീസ് അടച്ചിടുന്നു. മെയിൻ്റനൻസ് എന്നാണ് ലക്ഷ്യം. അതായത് സർക്കാർ ഫയലുകൾ മുഴുവൻ ഈ ഓഫീസ് വഴിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കടലാസ് ഫയലുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഓഫീസിലും ഉണ്ടാവും. ഈ ഓഫീസിൽ മാറ്റം വരുത്തണമെങ്കിൽ മെയിൻ്റനൻസ് എന്ന പേരിൽ അത് അടച്ചിടണം. അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ മാറ്റം വരുത്തിയാൽ ആര് മാറ്റം വരുത്തിയെന്നറിയാൻ പറ്റും. മെയിൻ്റനൻസിൻ്റെ പേര് പറഞ്ഞ് അടച്ചിട്ടിട്ട് മാറ്റങ്ങൾ വരുത്തി അപ്ഡേറ്റ് ചെയ്താൽ അതറിയാൻ കഴിയില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ഈ ഫയലുകളൊക്കെ നശിപ്പിക്കാൻ 3-4 ദിവസം അടുപ്പിച്ച് അവധി ഉണ്ടായിരുന്നപ്പോൾ ഒരു ശ്രമം നടത്തി ഉത്തരവ് പുറത്തുവിട്ടു. ഈ ഉത്തരവ് മറുനാടന് കിട്ടി. മറുനാടൻ അത് റിപ്പോർട്ട് ചെയ്തു. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു. ഈ ഓഫീസ് അടച്ചിടൽ മഹാമഹം നടക്കാതെ പോകുന്നു. എന്നാൽ ഈ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം ഇവർ മറ്റു വളഞ്ഞ വഴികളിലൂടെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. ഒരാളെങ്കിലിനെ പോലുള്ള സർക്കാരിന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുന്നവരാണ് ഇതിൻ്റെയൊക്കെ സബ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൃത്രിമം അവർ കാണിച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഈ ഫയലിന് സമാന്തരമായി കടലാസ് ഫയലുമുണ്ട്. പഴയ ഫയലുകൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് മാത്രം നശിപ്പിച്ചിട്ട് കാര്യമില്ല, കടലാസ് ഫയലുകൾ നശിപ്പിക്കണം. നിയമത്തിന് മുമ്പിൽ ഏറ്റവും വാല്യൂ ഉള്ളത് കടലാസ് ഫയലുകൾക്കാണ്. അതിൽ പേന കൊണ്ട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഒപ്പിടുന്നുണ്ട്, അവരുടെ കൈയക്ഷരം കൊണ്ട് കുറിപ്പെഴുതുന്നുണ്ട്. നിയമത്തിന് മുമ്പിലേക്ക് എത്തിയാൽ ഈ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കാം. മാത്രമല്ല, അങ്ങനെ എളുപ്പത്തിൽ പറയാൻ സാധ്യമല്ല. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദ്യമുണ്ടാവും. പല ഓഫീസർമാരാണ് ഒരു ഫയലിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതിക്ക് കളമൊരുക്കിയ നിരവധി ഫയലുകൾ നശിപ്പിക്കേണ്ടതുണ്ട്. സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു 3ാം തുടർ ഭരണം. ചീഫ് സെക്രട്ടറി ജയതിലകും കിഫ്ബി CEO ഡോക്ടർ KM എബ്രാഹിമും ചേർന്ന് പല ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടുപിടിച്ച് വലിയ അഴിമതി നടത്തുകയും സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ സർക്കാർ തോറ്റുപോയി. പിണറായി അവസാനിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഇവർ സർക്കാരിനു വേണ്ടി വളഞ്ഞ വഴിയിൽ ഒപ്പിട്ട ഫയലുകളൊക്കെ നശിപ്പിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ ഇതെല്ലാം വിനയായി മാറും. പ്രത്യേകിച്ച് ഇവർ നോട്ടപ്പുള്ളികളാക്കിയ 2 ഉദ്യോഗസ്ഥന്മാർ പുതിയ സർക്കാരിൽ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരും എന്ന ആശങ്ക ഇവർക്കുണ്ട്. അത് വരാതിരിക്കാനാണ് B. അശോകിനെ തെരഞ്ഞെടുപ്പിന് ശേഷം സസ്പെൻഡ് ചെയ്തത്. ഓർക്കണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുഖ്യമന്ത്രിക്ക് റോളില്ല. ചീഫ് സെക്രട്ടറി ഈ അഴിമതിക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് അശോകിന്റെ വരവ് വൈകിപ്പിക്കാൻ വേണ്ടി ഒരു സസ്പെൻഷൻ ഉത്തരവിട്ടു. എന്നിട്ട് മനോരമ അടക്കമുള്ള പത്രങ്ങളിലേക്ക് അവർ തന്നെ വിളിച്ചു പറഞ്ഞു, സസ്പെൻഷനിൽ ഒരാളെ തിരിച്ചെടുക്കാൻ നടപടിക്രമങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് പുതിയ സർക്കാർ വന്നാലും ഇവർക്ക് റോളില്ലെന്ന്. എന്നാൽ അത് നുണയായിരുന്നു. ഏത് സസ്പെൻഷൻ പിൻവലിക്കാൻ ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രിക്ക് ആദ്യ ദിവസം തന്നെ കഴിയും. ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയാൽ ആ ഫയൽ വിളിച്ച് അപ്പോൾ തന്നെ സസ്പെൻഷൻ പിൻവലിക്കാം. മുഖ്യമന്ത്രിയാണ് സസ്പെൻഡ് ചെയ്യാനായിട്ട് ഉത്തരവിടുന്നത്. ആ സസ്പെൻഷൻ പിൻവലിക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. നടപടിക്രമങ്ങളൊക്കെ പിന്നീട് നടത്തിയാൽ മതി. ഇത് കഴിഞ്ഞ സർക്കാർ രാഷ്ട്രീയ പ്രതികാരം ചെയ്തതാണെങ്കിൽ നടപടിക്രമങ്ങളൊന്നും ബാധകമല്ല എന്നതാണ് വാസ്തവം. നോക്കൂ, പ്രശാന്തിനെ തെരഞ്ഞെടുപ്പിന് ശേഷം 2 തവണ കൂടി സസ്പെൻഡ് ചെയ്തു. 7 തവണ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം 2 തവണ കൂടി സസ്പെൻഡ് ചെയ്തു. ഇവർ ആഗ്രഹിക്കുന്നത് പ്രശാന്ത് കൂർമ്മബുദ്ധിക്കാരനാണ്, പ്രശാന്തിനെ ഫയലുകൾ എങ്ങനെ പോകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. പ്രശാന്ത് വിവരാവകാശത്തെക്കുറിച്ച് പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. പ്രശാന്ത് തിരിച്ചു വരുന്നത് പരമാവധി വൈകിപ്പിക്കണം. അതിനുവേണ്ടിയാണ് പ്രശാന്തിനെ പല അച്ചടക്ക നടപടികളിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ 2 ഉദ്യോഗസ്ഥന്മാരുടെയും സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് മുൻപ്, പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ഇവർ അദൃശ്യമായി ഇടപെട്ടു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരായിരിക്കും വരാൻ പോകുന്നത് എന്നുറപ്പായതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് സർവീസിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നു, ഇവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നു. പ്രശാന്തും അശോകും ഉദ്യോഗസ്ഥ ചുമതലയിലേക്ക് ഏറ്റാൽ പണി കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് ധൃതി പിടിച്ച് ഫയലുകൾ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതിനേക്കാൾ ഗുരുതരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. സെക്രട്ടേറിയറ്റിൽ അവരുടെ ജോലി സമയത്തിന് ശേഷവും രാത്രിയിലുമൊക്കെ ആളുകൾ എത്തുന്നു. പരമാവധി രഹസ്യമായി ആരും അറിയാതെ സെക്രട്ടേറിയറ്റ് മുറികളിൽ എത്തുന്നു. പലപ്പോഴും ലൈറ്റ് ഇടാതെ പോലും ഫയലുകൾ തപ്പിപ്പിടിക്കുന്നു, ഫയലുകൾ നശിപ്പിക്കുന്നു, പലതും കത്തിച്ചു കളയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇന്നത്തെ മനോരമ ഞെട്ടിക്കുന്ന ചില ചിത്രങ്ങൾ സഹിതം അതിനെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത അതാണ്. മനോരമയുടെ മുതിർന്ന ലേഖകൻ VR പ്രതാപ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഫയലുകളിൽ എന്തൊക്കെ എന്ന തലക്കെട്ടിൽ വാർത്ത കൊടുത്തിരിക്കുന്നു. ഭരണമൊഴിയും മുൻപ് സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു. സാധാരണ അനാവശ്യമായ കടലാസുകൾ നശിപ്പിക്കുന്ന പതിവുണ്ടെങ്കിലും കൂട്ടത്തോടെ വൻതോതിലുള്ള നശിപ്പിക്കൽ അസാധാരണമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആരംഭിച്ച നടപടി
വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതോടെ വേഗത്തിലായി. ഓഫീസുകളിൽ നിന്നും ശേഖരിച്ച ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് സമീപമുള്ള ഷ്രെഡിംഗ് റൂമിലേക്ക് മാറ്റിയ ഫയലുകൾ മെഷീൻ ഉപയോഗിച്ച് ഷ്രെഡ്, അതായത് തുണ്ടുകളാക്കുക ചെയ്താണ് നശിപ്പിക്കുന്നത്. അതായത് ഈ ഫയലുകൾ ഒരിക്കലും കാണരുത് എന്ന ഉറപ്പിൽ ഒരു മെഷീൻ ഉപയോഗിച്ചത് മുഴുവൻ തുണ്ടുകളാക്കി മാറ്റുകയാണ്. ഇത് ഇന്ന് പൂർത്തിയാകും. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും നടത്തിയ കത്തിടപാടുകൾ വിശദാംശങ്ങൾ പുറത്താകാതിരിക്കാൻ ഈ ഓഫീസ് സംവിധാനം ഒഴിവാക്കി നടത്തിയ കടലാസ് ഫയൽ നീക്കങ്ങൾ, കുറിപ്പുകൾ, അനുബന്ധ രേഖകൾ ഒഴിവാക്കി കടലാസ് തുടങ്ങിയവ നശിപ്പിക്കുന്നത്. ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെ ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒരു പങ്ക് വോട്ടെടുപ്പിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് നീക്കിയിരുന്നു. ബാക്കിയുള്ള പ്രധാന ഫയലുകളാണ് ഇപ്പോൾ നശിപ്പിക്കുന്നത്. ഈ ഓഫീസ് കാര്യക്ഷമമായ ശേഷം സെക്രട്ടേറിയറ്റ് കടലാസ് ഫയലുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂവെന്നും അവ നശിപ്പിക്കുന്നെങ്കിൽ സ്ഥലത്തില്ലാത്തതിനാൽ അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നുമാണ് പൊതുഭരണ സെക്രട്ടറി കെ ബിജു പ്രതികരിച്ചത്. നോക്കൂ എന്തൊരവസ്ഥയാണെന്ന്. അഴിമതി നടത്താൻ വേണ്ടി ഫയലുകൾ ഉണ്ടാക്കുന്നു, ആ ഫയലുകളിലൂടെ തിരിമറികൾ നടത്തുന്നു, അമിതമായ ലാഭം ഉണ്ടാക്കുന്നു. ആ ഫയലുകൾ അവിടെ നിന്നാൽ ഈ അഴിമതിയുടെ തെളിവുകളായത് മാറും, ഈ തിരിമറികളുടെ ജീവിക്കുന്ന രേഖകളായി മാറും. അതുകൊണ്ട് മന്ത്രിമാരുടെ ജീവനക്കാർ തന്നെ പല ഫയലുകളും അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നു. ബാക്കി അവശേഷിക്കുന്ന ഫയലുകൾ തപ്പിയെടുത്ത് അവ തുണ്ടമാക്കി മാറ്റി കത്തിച്ചു കളയാൻ നീക്കം നടത്തുന്നു. സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ, ഈ അഴിമതിക്കും തട്ടിപ്പിനും കുടപിടിച്ച ഉദ്യോഗസ്ഥന്മാർ ഫയലുകൾ നശിപ്പിക്കുന്നു. ഒരു ചെറിയ കുറിപ്പ് കൂടി വാർത്തയോടൊപ്പമുണ്ട്. ഈ ഓഫീസിൽ പിന്മാറി. വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയ്ക്കുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ തീരുമാനിച്ച സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇത് ഡിജിറ്റൽ ഫയൽ നശിപ്പിക്കാൻ നീക്കമാണെന്നും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയതോടെ പിൻവാങ്ങുകയായിരുന്നു. വാസ്തവത്തിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളായിരുന്നു. തുടർന്നായിരുന്നു അന്വേഷണം ഉണ്ടായതും നിർത്തിവെച്ചതും. അതിനുശേഷവും ഈ ഓഫീസിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നാണ് സൂചന. പല ഫയലുകളും കത്തിക്കുന്നു, അഴിമതിയുടെ ജീവിക്കുന്ന രേഖകൾ ഇല്ലാതാക്കുന്നു. പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾ പുറത്തു വരാതിരിക്കാൻ അതിനുവേണ്ടി കുടപിടിച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഇടപെടുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട UDF നേതൃത്വം അടിയന്തരമായി ഇതിൽ ശ്രദ്ധ പതിപ്പിക്കണം. കോടതിയും ഇതിൽ ഇടപെടണം. ഒരു ഉദ്യോഗസ്ഥനും അനധികൃതമായി ഇത്തരം പണികൾ ചെയ്യരുതെന്നും ആരെങ്കിലും ഇത് ചെയ്താൽ അവർ ഉത്തരവാദികളാവുമെന്നും ഉത്തരവിറക്കണം. അല്ലെങ്കിൽ അഴിമതിയുടെ ജീവിക്കുന്ന തെളിവുകൾ ഇല്ലാതാകും. അഴിമതിക്കാർ അവർ അഴിമതി വഴി സമ്പാദിച്ച ധനവുമായി സുഖമായി ആഡംബര ജീവിതം നയിക്കും.